മുട്ടത്തോട് റോസിന് നല്ല വളമാണെന്ന് ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെയാണ് നല്ലൊരു രീതിയിൽ പ്രയോഗിക്കേണ്ടതെന്ന് അന്നൊന്നും ആലോചിച്ചിട്ടില്ല. കുറേ മുട്ടത്തോടൊക്കെ വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് റോസിൻ്റെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അന്ന് ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി വലിയ വിവരങ്ങളൊക്കെ എല്ലാവരോടും ചോദിക്കാമെന്നല്ലാണ്ട് വല്ല അറിയാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ വായിച്ച് നോക്കിയപ്പോഴാണ് നല്ലോണം പൊടിച്ച് വളരെ ചെറിയ പൊടിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം മുട്ടത്തോട് മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിൽ ലയിക്കാൻ ഒരുപാട് സമയമെടുക്കും. കാൽസ്യം കാർബണേറ്റ് ആണല്ലോ അതിൽ കാര്യമായിട്ടുള്ളത്. നമ്മുടെ ഇത്തിളിൻ്റെയൊക്കെ പോലത്തെ സാധനമല്ലേ. ഇത്തിളൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കണേ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത് പൊടിക്കാൻ എന്താ വഴി നോക്കിയപ്പോൾ അടുക്കളയിൽ ഇഞ്ചി ചതയ്ക്കാനും ഉള്ളി ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന മോട്ടാർ ആൻഡ് പെസിലുണ്ട്. നമ്മൾ ലാബിൽ കാണുന്ന സാധനം തന്നെയാണ്. അതൊന്ന് പൊക്കി കൊണ്ടുവന്നു. ജോലി വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ ഒരു ചെറിയ പാത്രത്തിലുണ്ടായിരുന്ന മുട്ടത്തോടാണ് പൊടിക്കാൻ തുടങ്ങിയത്. കുറേ നേരം പൊടിച്ച് ക്ഷീണിച്ചപ്പോൾ ഇങ്ങനെ നോക്കി എങ്ങനെയുണ്ടെന്ന്. കുറേ തൊലിയൊക്കെയാണെന്ന് തോന്നുന്നു, മുട്ടത്തോടിൻ്റെ ഉള്ളിലുള്ള ചെറിയ തൊലിയാണെന്ന് തോന്നുന്നു അവിടെ പൊടിയാതെ ഇങ്ങനെ കിടക്കുന്നത്. മുട്ടത്തോട് കുറേ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പരിശ്രമം തുടർന്നു പല രീതിയിൽ. ഇതിപ്പോൾ നിലത്ത് വെച്ചിട്ടാണ് പൊടിക്കണേ. കുറേ നേരം നിലത്ത് വെച്ച് പൊടിക്കുമ്പോൾ നടുവേദന എടുക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഒരു കയ്യിൽ ഇത് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ചെയ്യാൻ നോക്കും. പിന്നെ കുറച്ച് ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അത്ര ശരിയാവില്ല. കുറേ പൊടിച്ച് കഴിയുമ്പോൾ പിന്നെ മതിയാവും, ഒന്ന് എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കും. അപ്പോഴും ആ തൊലി പോലെയുള്ള ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും പൊടിയാതെ നിൽക്കുന്നത്. അത് കുറേ കൂടെ ശക്തിയിലൊന്ന് പൊടിച്ച് നോക്കുകയാണ്. അത് പൊടിയില്ല, പക്ഷെ അതിങ്ങനെ ചെറിയ പീസായിക്കൊണ്ടിരിക്കും. ഞാനങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ ആ തൊലി പോലുള്ള ഭാഗം കൂടെ ഉപയോഗിക്കുന്നത് നല്ലതെന്നാണ് കണ്ടത്. പിന്നെ എനിക്കും തോന്നി അതിൽ കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ മെംബ്രെയിനല്ലേ ഇത്, മെംബ്രെയിനിൽ പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ ആകുമ്പോൾ അതിന് നൈട്രജൻ കിട്ടുമായിരിക്കും. വെറും തോട് മാത്രമാകുമ്പോൾ ഇതല്ലേ ഉണ്ടാവുള്ളൂ, കാൽസ്യം കാർബണേറ്റ് ഒക്കെ അല്ലേ അതും കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലുപൊടിക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാമെന്നൊരു തോന്നൽ. പക്ഷേ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ 95% കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഒരു 0.3 മുതൽ 0.4% വരെ മഗ്നീഷ്യം ഉണ്ടാവും. പക്ഷേ മഗ്നീഷ്യം ക്ലോറോഫിൽ ഉണ്ടാക്കാനും ഫോട്ടോസിന്തസിസിനും വളരെ ഉപകാരമുള്ളതാണ്. പിന്നെ ഫോസ്ഫറസ് നോക്കുമ്പോൾ എല്ലുപൊടിയിൽ ഉണ്ടാവുന്നതാണല്ലോ പറയുക. ഇത് 0.04 മുതൽ 0.3 വരെ ശതമാനമാണ് ഫോസ്ഫറസ്. അത് വേര് വളരുന്നതിനും പൂക്കളുണ്ടാവുന്നതിനും നല്ലതാണ്. പിന്നെ പൊട്ടാസ്യം നോക്കിയപ്പോൾ 0.03% ഉള്ളൂ. അത് വാട്ടർ റെഗുലേഷനും ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനൊക്കെയാണ് ഉപയോഗം. നൈട്രജൻ വളരെ കുറവാണ്. ഞാൻ വിചാരിച്ച അത്രയൊന്നും ഇല്ല, 0.4% ഉള്ളൂ. പിന്നെ കുറച്ച് അയേൺ, സിങ്ക്, മാംഗനീസൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കഴുകി പൊടിച്ച് ാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഉണക്കിയിട്ട് പൊടിക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ ചെടികൾക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാൽസ്യം ഇഷ്ടപ്പെടുന്ന മറ്റ് ചെടികൾ, റോസിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞല്ലോ, തക്കാളി, മുളക്, വഴുതന, ഹൈഡ്രാഞ്ചിയ, ചെമ്പരത്തി, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഹൈഡ്രാഞ്ചിയ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഉണങ്ങിപ്പോയി. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സ്നെയിൽ വകുപ്പുള്ള ജീവികളുണ്ടല്ലോ, ഇലകളൊക്കെ തിന്ന് കളയുന്നത്, ഒച്ച് പോലത്തെ, അതിന് സോഫ്റ്റ് ബോഡി ആയതുകൊണ്ട് ഈ പൊടി മണ്ണിലുണ്ടെങ്കിൽ അതിൽ കൂടെ എഴഞ്ഞു വരാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് പറയണേ. അവരുടെ ശരീരം മുറിവേൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഇതിൻ്റെ പൊടിയല്ല, ആ പീസ് ഉണ്ടാവുമല്ലോ, ചെറിയ പീസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവയെ അകറ്റി നിർത്തും. പിന്നെ ചെമ്പരത്തിക്കാണ് മീലി ബഗ്സ് എന്ന് പറഞ്ഞ ഏതൊരു സാധനം ഉണ്ട് അത്രേ, അതും അകറ്റി നിർത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതത്ര എളുപ്പമുള്ള പണിയല്ല ഞാനിപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ ചെറിയ ഒരു പാത്രത്തിൽ കാണുന്ന ഇത്രയും പൊടി ഉണ്ടല്ലോ, ഈ പൊടി അത് മുഴുവൻ പൊടിയായിട്ടൊന്നുമില്ല. അതുണ്ടാക്കാൻ എനിക്ക് 1.25 മണിക്കൂറിൻ്റെ പരിശ്രമമായിരുന്നു. നല്ല അധ്വാനമുണ്ട്. ഒന്ന് ശീലക്കുറവുണ്ടായിരിക്കും. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ വേറെ വഴി കണ്ടു, സൂത്രം. അതായത് പഴയ മിക്സീൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് മിക്സിയിൽ അടിക്കാം. അപ്പം 5 മിനിറ്റ് കൊണ്ട് ഒരു പക്ഷേ പണി തീരുമായിരിക്കും. മുളക് പൊടിക്കാനൊക്കെ പറ്റുന്ന തരം മിക്സിയുടെ ജാറുകളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഏതോ ഒരു പഴയ മിക്സി ഇരിക്കേണ്ടതുകൊണ്ട് അത് പതുക്കെ പൊക്കിയെടുത്ത് പൊടി തട്ടി അടുത്ത പ്രാവശ്യം അങ്ങനെ ആക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഒരു വ്യായാമമാണല്ലോ, രാവിലത്തെ വ്യായാമത്തിന് ഇത് ഉപകരിക്കും. പണ്ടേ പറയുന്നതാണല്ലോ, ഗാർഡനിങ് ചെയ്യുന്നത്
തുല്യമായ മറ്റ് വ്യായാമങ്ങളെക്കാൾ കൂടുതൽ ഹൃദയത്തിന് ഗുണമാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ആയാലും തിരക്കടൊന്നുമില്ല. ഇനിയിപ്പോൾ പഴയ മിക്സി തപ്പി എടുത്തിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ വഴി തന്നെ തുടരാം.